ഹോമിലെ വീട്ടമ്മ ആയിരിക്കില്ല ഒരു കളക്ടറുടെ വേഷം ചെയ്താൽ അവരുടെ ഭാഷ മാറും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വീട്ടമ്മ ആയിട്ട് നിൽക്കുമ്പോൾ സാധാരണ ഭാഷ ഉപയോഗിക്കും, അച്ചടി ഭാഷ ഉപയോഗിച്ച് ശരിയാവില്ല. നമ്മൾ അവിടെ ചെന്നിട്ട് നീ എപ്പോ ഇവിടെ വന്നു എന്ന് ചോദിക്കുന്ന പറ്റും, ആ എപ്പോഴാ വന്നേ എന്താ, അത് രണ്ടും രണ്ടാണ്. അപ്പൊ അങ്ങനെ ഞാൻ മാറ്റാറുണ്ട്. പിന്നെ അഫ്കോഴ്സ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്നും നമ്മളുടെ കയ്യിൽ നിന്നും ഡയറക്ടറും എല്ലാവരും കൂടെ ചേരുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഫാലിമി അങ്ങനെ ചെയ്തൊരു മൂവിയായിരുന്നു, അതിനകത്ത് കംപ്ലീറ്റ്ലി ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത സാധനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇംപ്രവൈസ്ഡ് സാധനങ്ങളാണ് കൂടുതലുള്ളത്. ഇപ്പം ഡയറക്ടർ ഓഫ്കോഴ്സ് ഉണ്ട്, ഇല്ലെന്നല്ല, ഡയറക്ടർ പറയുന്ന കുറെ സാധനങ്ങൾ പല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ഒരു സംഭവമുണ്ട്, ഈ പാക്കിന്റെ മണം കാരണം വൊമിറ്റ് ചെയ്യാൻ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഇപ്പൊ ചത്തുപോയെന്ന് നോക്കുമ്പോൾ ജഗദീഷ് ചേട്ടൻ വായിൽ പായിട്ട് ചവച്ചോണ്ടിരിക്കുമ്പം എന്ത് കിട്ടിയാലും വലിച്ച് കയറ്റിക്കോണം എന്ന് പറയുന്ന ഡയലോഗ് ആ ഒരു വേരിയേഷൻ ആയിരുന്നില്ല പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഒരു 2-3 രീതിയിൽ ചെയ്തപ്പോഴാണ് മാറ്റി മാറ്റി ചെയ്യിപ്പിച്ചു, അപ്പോഴാണ് ആ സാധനം കിട്ടുന്നത്. അതൊരു നിസ്സഹായ അവസ്ഥയാണ് പറഞ്ഞത്. എന്ത് കിട്ടിയാലും വലിച്ച് കയറ്റിക്കോണം എന്ന് പറയുന്നത് വേറെ രീതിയിലും പറയാം, എന്ത് കിട്ടിയാലും വലിച്ച് കയറ്റിക്കോണം ഇങ്ങനെയും പറയാം. അപ്പോ അങ്ങനെയുള്ള ഇംപ്രവൈസേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ സീനുകൾ നന്നാവാം.